ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ പൊങ്കാല ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്ന് തൃക്കാർത്തിക കൂടിയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നേരം ഏകദേശം 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്, രാവിലെ പുലർച്ചെ കേട്ടോ. അപ്പോൾ ഞാനും അമ്മയാണ് പോകുന്നത്. അനു അമൃതൊന്നും വരുന്നില്ല. അനുവിന് ഇന്ന് എക്സാം ആണ്, SLC എക്സാം അല്ല, അവള് ക്രിസ്മസിന്റെ എക്സാം ഒക്കെ ഉണ്ട്. ഇന്ന് ഏതാണ് എക്സാം? മലയാളം. രാവിലെയാണ്, 2 നേരമുണ്ട്, രാവിലെ ഉണ്ട് ഉച്ചയ്ക്കുണ്ട്. പഠിച്ചോ? പറ കുറച്ചൊക്കെ. ഓക്കെ. അപ്പോൾ അമൃത പിന്നെ എന്തോ അവള് നീച്ചിട്ടില്ല, അവള് കിടക്കുന്നുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വീട്ടിലേക്ക് പോവാം. ഓക്കെ. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ രാവിലെ അമ്പലത്തേക്ക് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഞങ്ങളെ കൂടെ കുറച്ച് ചേച്ചിമാരൊക്കെയാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള. അപ്പോൾ ഇതാ അവരവർക്കുള്ള പോഡിയത്തിലേക്ക് ഇങ്ങനെ വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ളവരാണ്. നല്ല അടിപൊളി വൈബായിരുന്നു അവിടെ. എല്ലാവരും ഇങ്ങനെ സെറ്റ് സാരിയും കസ സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവില്ലേ, അതുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ടൈം ആയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലൊക്കെയാണ് എപ്പോഴാണ് ഇടുക എന്നുള്ളത്. എല്ലാവരും പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മ ആണെങ്കിൽ ടെൻഷനൊക്കെ അടിച്ച് നിൽക്കുന്നുണ്ട്. എനിക്കും ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അത് ഫസ്റ്റ് ടൈം ഇടുന്നതുകൊണ്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ, അത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്, അവിടെ നല്ലൊരു ഒരു കുട പോലത്തെ സംഭവം കണ്ടില്ലേ, എന്തൊരു എഴുന്നള്ളത്ത് പോലത്തെ എന്തോ ആണ്. നല്ല വാദ്യമേളങ്ങളുടെയും നല്ല മ്യൂസിക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് തൊഴുത് കുറേയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ടൈം ആയപ്പോൾ നിവേദ്യമൊക്കെ ഉണ്ടാക്കിയിട്ടോ. നല്ലൊരു അടിപൊളി നല്ലൊരു വൈബായിരുന്നു. നല്ലൊരു സന്തോഷവും ഒക്കെ തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടാണ് വൈകുന്നേരത്തേക്കുള്ള തൃക്കാർത്തികയ്ക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്തത്. നല്ല ദീപങ്ങൾ, നല്ലൊരു ഈ സന്ധ്യാസമയം എന്ന് വെച്ചാൽ എനിക്ക് എന്തോ നല്ലൊരു വൈബ് തോന്നി. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം നമ്മൾ തുടക്കം തന്നെ നല്ലൊരു വൈബ് തോന്നിയോണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. പിന്നെ തൃക്കാർത്തിക, അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ഒരു സപ്പോർട്ടൊക്കെ വേണം. ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ദീപങ്ങളൊക്കെ കൊളുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്ത് വിളക്കൊക്കെ കത്തിച്ചു. വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് ഉമ്മറത്ത് കൊണ്ട് വയ്ക്കും. ഇതൊക്കെ വെറുതെ ഞങ്ങളുടെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബേസിക്കലി അതാണ് ഉദ്ദേശം. വീഡിയോൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തരൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതാ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. ഇനിയാണ് ചിരാത് ഓൾറെഡി അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ആക്കിയിട്ട് തിരിയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് വെക്കില്ലേ നമ്മൾ, എണ്ണയിൽ പിഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നേരിട്ട് കൊളുത്താനുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചന്ദനത്തിരി എടുത്ത് കത്തിക്കുകയാണ്. ചന്ദനത്തിരി നല്ല മണം, എനിക്ക് ആ ചന്ദനത്തിൻ്റെ മണം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലായിടത്തേക്കും എനിക്കിങ്ങനെയൊക്കെ ആക്കണം നല്ല ഇഷ്ടമാണ്. പിന്നെ അത് ഇങ്ങനെ ഓരോരുത്തൊക്കെ കുത്തിവെക്കും. കാരണം അവിടെയൊക്കെ നല്ലൊരു മണവും പുകയൊക്കെ വരുന്നത് ഒരു പോസിറ്റീവ് വൈബല്ലേ. ഞാൻ കുറേ വൈബ് എന്ന് പറയണില്ല, എനിക്ക് എന്താ അറിയില്ല. അങ്ങനെ വോയിസ് ഓവറൊന്നും കൊടുത്താൽ അങ്ങനെ ശീലമില്ല, അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരിതാണ്. ഓക്കെ. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേനും മറ്റാൾ അവിടെ കൊളുത്തൽ തുടങ്ങിയിട്ടുണ്ട്. അമൃത കേട്ടോ അത്. ഞങ്ങൾ ലൈറ്റർ വെച്ചിട്ടാണ് കത്തിക്കാറ്. തീപ്പെട്ടി വെച്ച് കത്തിക്കാൻ അത്ര കണ്ട് ഇതില്ല, അതുകൊണ്ടാണ്. എന്താ അറിയില്ല. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ലൈറ്റ് ഇട്ടതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇരുട്ടത്ത് ഇങ്ങനെ ദീപങ്ങൾ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. ലൈറ്റ് ഇട്ടത് എന്താ വെച്ചാൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കൊരു ഇത്തിരിയെങ്കിലും ക്ലാരിറ്റി വേണ്ടേ. അപ്പോൾ ഞാനിതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ ഞാൻ കൊളുത്തിക്കോളാന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ ചോദിച്ചു ലൈറ്ററിൻ്റെതായോ. അപ്പോൾ എനിക്ക് ഇട്ട നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു ലൈറ്റർ. എന്തായാലും വീഡിയോ എടുക്കില്ല, അതുകൊണ്ട് സഹിച്ചു. അങ്ങനെ ഞാൻ പിന്നെ
ആ പടിയുമ്മലൊക്കെ വെച്ചിട്ടുള്ള ചിരാതൊക്കെ കത്തിക്കുകയാണ്. ഒരു ചിരാത് തീരെ വെച്ചാൽ തിരി എന്താ അറിയില്ല, എണ്ണ ഇങ്ങനെ കൂടുതലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അതധികം ഇങ്ങനെ കുറേ ടൈം എടുത്ത് കത്തിക്കാൻ. പിന്നെ ഞാൻ അപ്പുറത്തെ ലൈറ്റർ, പിന്നെ എനിക്ക് ഈ ലൈറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ചൂട് കയറും പെട്ടെന്ന്, അപ്പോൾ കൈ നന്നായിട്ട് പൊള്ളും. അപ്പോൾ ഞാൻ മറ്റേ ചിരാതിൽ നിന്ന് എടുത്ത് ആ തിരിയിൽ നിന്ന് എടുത്ത് കൊടുത്ത് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എന്തിനാണ് അവങ്ങനെ മറ്റേ ചിരാതൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ അമ്മ അകത്തിരിക്കുന്നുണ്ട്, ഇതെന്തൊക്കെയാണ് കാട്ടുന്നത് എന്നൊക്കെ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അപ്പുറത്ത് ആ സൈഡിലും കൊളുത്തുന്നുണ്ട്.